ഇതിപ്പോ ആധുനിക കാലഘട്ടമാണല്ലോ. അപ്പൊ എന്തിനും ഏതിനും ഇപ്പൊ റോബോട്ടുകളുടെ സഹായം തേടുന്നുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിൽ വേലക്കാരിനെ നിർത്തിയിരുന്ന ഇവർക്ക് സംശയമാണ്, ഇതുപോലെ തന്നെ എല്ലാം സംശയമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു റോബോട്ടിനെ നിർത്തി. പക്ഷെ അവിടെ ഒരു കാര്യം സംഭവിച്ചു. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹമാണ് ഷിബു. എറണാകുളത്തെ പ്രശസ്ത ബിസിനസ് സ്ഥാപനമായ udaip.com-ലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. ഈ വരുന്നത് ഇദ്ദേഹത്തിന്റെ സുന്ദരിയായ ഭാര്യ ലേഖ ഷിബു. ഇവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇവരെ സഹായിക്കുവാൻ ഒരാൾ കൂടി ഈ വീട്ടിലുണ്ട്. ഇതൊരു മനുഷ്യനല്ല, ഈ വീട്ടിലെ ജോലിക്കാരൻ ചെല്ലപ്പൻ റോബോട്ട്. ലേഖേ, കഴിഞ്ഞ വിവാഹ വാർഷികത്തിന് നിനക്ക് ഞാൻ തന്ന സമ്മാനാണിത്. ഈ വർഷം നിനക്ക് ഞാൻ എന്താ തരേണ്ടത്? ദേ നോക്ക്, സമ്മാനവും വേണ്ട, ഒന്നും വേണ്ട. ദേ ഈ സാധനത്തിനെ ഒന്ന് ഒഴിവാക്കി തന്നാ മതി. കണ്ടില്ലേ, വീട് തൂത്ത് വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് ഈ മടിയൻ ചൂല് തറയിൽ മുട്ടിക്കാതെ തൂക്കുന്നത് കണ്ടോ? എടാ ചെല്ലപ്പ, എന്തോ നിന്നെ കൊണ്ടുവന്ന അന്ന് മുതൽ ഞാൻ ഈ പരാതി കേൾക്കണതാ. നിനക്കൊന്ന് കുനിഞ്ഞടിച്ചൂടെ? കണ്ണി ചോരയില്ലാതെ പറയല്ലേ കൊച്ചമ്മേ. പണിയെടുത്ത് എന്റെ നടുവിന്റെ നട്ടും ബോൾട്ടും ഒടിഞ്ഞിരിക്കുകയാ. ഓ നിന്റെ ഒരു പണി, നീ ഒന്നും പറയണ്ട. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഇവന്റെ ഐസി അടിച്ചു പോയെന്നും പറഞ്ഞ് ബഹളം വെച്ച് നമ്മുടെ എത്ര ആദിരാത്രികളാണ് ഇവൻ കുളമാക്കിയിട്ടുള്ളത്. നീ വിഷമിക്കണ്ട ലേഖേ, 2 വർഷത്തിന് ശേഷം വീണ്ടും നമുക്കൊരു ആദിരാത്രി വന്ന് എത്തിയിരിക്കല്ലേ. അപ്പോ ഇന്നും എന്റെ കണ്ണിന്റെ ഐസി അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. എനിക്കിന്ന് എളി കണ്ടില്ലേ, ഒരു കുത്തുവെച്ച് കൊടുക്കണം. ചേട്ടനോട് എത്ര നാളെ ഞാൻ പറയുന്നു ഇവനെ മാറ്റിയിട്ട് എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാൻ. അപ്പുറത്തെ ജാനുവിന് കമ്പ്യൂട്ടർ ഉണ്ട്, മാധവിക്ക് കമ്പ്യൂട്ടർ ഉണ്ട്, ജിൻസിക്കും കമ്പ്യൂട്ടർ ഉണ്ട്, അഞ്ജുനും മഞ്ജുനും വരെ കമ്പ്യൂട്ടർ ഉണ്ട്. എടി, അവർക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്ന എഞ്ചിനീയർ രാഘവൻ ഒറ്റക്കല്ലേ? അയ്യോ, എന്നെ വിറ്റ് കളയല്ലേ, ഞാനിവിടെ ഒതുങ്ങി ജീവിച്ചോളാം. കണ്ടോ, നീ എന്തിനാ പാവത്തിനെ ഇങ്ങനെ കരയിക്കണേ? അവനൊരു പാവ റോബോട്ടല്ലേ. ഇതവന്റെ കള്ളക്കരച്ചിലല്ലേ. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് അവനെ മൂഡ് ഓഫ് ആക്കല്ലേ. നീ പോയി ഒന്ന് ചിരിപ്പിച്ചവനെ. പോട്ടെ റോബോട്ടെ, ഞാനൊരു തമാശ പറഞ്ഞാൽ കരുതിയാ മതി. നീ കരയല്ലേ, കരയല്ലേ ചെല്ലു. എന്താത്? കൊച്ചു കള്ളൻ. കൊച്ചമ്മ ഇങ്ങനെ പറയുമ്പോ എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു. കണ്ടില്ലേ എന്റെ രോമം പൊങ്ങിയത്? ഒന്ന് പോ ചെല്ലു, നിനക്കതിന് രോമം ഇല്ലല്ലോ. രോമമില്ലെങ്കിലും പൊങ്ങും. എന്ത് സന്തോഷം. മോളെ ലേഖേ, നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അന്ന് മുതലാണ് സന്തോഷം സമാധാനം എന്താണെന്ന് ഞാൻ അറിഞ്ഞത്. മതി, അധികം ഓവറാകണ്ട. എന്റെ പൊന്നൂ, ദേ ഇവൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന അന്ന് മുതലാണ് സന്തോഷവും സമാധാനവും എനിക്ക് നഷ്ടപ്പെട്ടത്. എടാ ചെല്ലപ്പ, നീ ഒന്നും മിണ്ടാതിരിക്കണമെങ്കിൽ ഞാൻ എന്താ തരേണ്ടത്? ചായ വേണോ? വേണ്ട. കാപ്പി വേണോ? വേണ്ട. ജ്യൂസ് വേണോ? വേണ്ട. സ്മോള് വേണോ? സോഡ വേണ്ട. അത് ശരി, എങ്ങനെ മിണ്ടരുത്. അല്ല പിന്നെ ലേഖേ, ഈ വിവാഹ വാർഷികത്തിന് ഞാൻ എന്താ നിനക്ക് തരേണ്ടേ? എനിക്ക് സമ്മാനം ഒന്നും വേണ്ട. ഏറ്റവും വിലമതിക്കുന്ന ഒരു സമ്മാനം ഞാൻ ചേട്ടന് തരാം. ഏറ്റവും വിലമതിക്കുന്ന സമ്മാനോ? എന്താ, തെളിച്ച് പറ. നേരിട്ട് പറയാൻ എനിക്ക് നാണോ. ഒച്ചത്തിൽ പറഞ്ഞ ഇവൻ കേക്കും, ഞാൻ ചെവിയിൽ പറയാം. പറ. സത്യം ഞാൻ അച്ഛനായി. ഏത് പള്ളിയിലെ? എടാ, പള്ളിയിൽ അച്ഛനല്ല, ഞാനൊരു കുഞ്ഞിന്റെ അച്ഛനായത്.
കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഷിബു, നിങ്ങളുടെ വൈഫ് ഒരു കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നു. ആണോ? ഓക്കെ. എനിക്ക് എന്റെ കുട്ടിയെ കാണണം. എവിടെ എന്റെ കുട്ടി? എനിക്ക് എന്റെ കുട്ടിയെ കാണണം. നിങ്ങൾ ധൃതി വെക്കാതെ, നിങ്ങളെ കുട്ടി പ്രസവിച്ച് വീണുടഞ്ഞതാ നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. എവിടെ എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം. ദേ വരുന്നു. ഇത്രയും കാലം നീ എന്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കായിരുന്നല്ലേ? മുതലാളിയല്ലേ പറഞ്ഞത് ഈ കുടുംബത്തിലെ എല്ലാ പണിയും ചെയ്യണമെന്ന്? അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുമൃതമീശ്വര ഹൃദയം എന്നന്തരാത്മാവിൽ മാന്യ പ്രേക്ഷകർക്ക് സെറാ സരിഗമ പതിനിസയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ലണ്ടനിലെ പ്രശസ്തരായ ഗായകരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഇപ്പോൾ. അപ്പോൾ ആദ്യമായിട്ട് വേദിയിലേക്ക് എത്തുന്നത് മറ്റാരുമല്ല, കെൻറ്റിൽ നിന്ന് തന്നെയുള്ള കാതിർക്ക. വെൽക്കം മിസ്റ്റർ കാതിർക്ക. കയ്യടിയോടുകൂടി അദ്ദേഹത്തിനെ സ്വീകരിക്കാം. നമസ്കാരം. ഇപ്പുറത്തേക്ക് വാ. ഇടത്തുനിന്നല്ലേ തുടങ്ങേണ്ടത് നമുക്ക്? കാതിർക്ക. അപ്പൊ സെറാ സരിഗമ പതിനിസയിലേക്ക് ഹാർദവുമായ സ്വാഗതം. നമ്മുടെ സരിഗമ തുടങ്ങുമോ? വരുന്ന പാർട്ടിസിപ്പൻസിനെ കൊണ്ട് ആദ്യമായിട്ട് ഞാൻ പാട്ട് പഠിക്കാറുണ്ട്. അപ്പൊ ഇക്കയുടെ ഒരു പാട്ടോട് കൂടി നമുക്ക് തുടങ്ങാം അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ തുടങ്ങിക്കോളൂ. ഞാൻ നമ്മുടെ മോഹൻലാലിന്റെ ഒരു പടത്തിലത്തെ ഏത് പാട്ടാണ്? നമ്മുടെ ഈ അഗ്നിദേവൻ എന്നുള്ള പടത്തില് ആ, മൂപ്പര് അമ്മൂമ്മ എഴുതിയിട്ടുള്ള ഒരു പാട്ട് പാടുണ്ടല്ലോ, അഗ്നിദേവനല്ലേ? അതെ, അതെ. എന്തും ദൈവത്തിൽ നിന്ന് തുടങ്ങുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ അത് പാടാം. അസറയസത്രം കോർത്ത ജപമാലയും കച്ചിലേന്തി. കജ്ജിലല്ല കയ്യിലേന്തി. ആ അതന്നെ, കച്ചിലേന്തി കയ്യിലേന്തി. ആ മനസ്സിലായി. അതിലേന്തി അഗ്നിയെ സ്ഫുടം ചെയ്തെടുത്ത മനസ്സാ സംഘമൂളി. സംഘല്ല, ശംഖ്. ആ അതെ, സംഘമൂളി. ശംഖ്. അത് മൂളി ഇത്തിരി സ്നേഹത്തിൻ വിസാപാത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പാട്ട്. അങ്ങനെ ആണല്ലേ? ഇക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്, പാട്ട് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പാട്ട് പാടുന്നവർക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ചാല് അക്ഷര സ്ഫുടതയാണ്. അക്ഷര സ്ഫുടത ഭയങ്കര കുറവായി കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, നമ്മുടെ AR റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത ഒട്ടകത്തെ എന്നുള്ളൊരു ഗാനമുണ്ട്, അതൊന്ന് കേൾക്കാം അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടപ്പ ഈ പറഞ്ഞു. ഒട്ടകത്തെയാണ്. ഒട്ടകത്തെ നമുക്ക് കേൾക്കാം. ഓക്കെ. റഹ്മാനാണല്ലേ? ആ, AR റഹ്മാൻ. അറിയില്ലായിരുന്നു. AR റഹ്മാൻ. ഞാൻ ആ പാട്ട് ഞാൻ പറയാം. ഓർക്കസ്ട്ര പ്ലീസ്. 1 2 3 1 2 3. അയ്യോ, ഒട്ടകങ്ങൾ വരി വരി വരിയായി കരക്ക മരങ്ങൾ നിര നിര നിര. അയ്യോ ഇങ്ങനെയല്ല. ഒരു മിനിറ്റ്, ഇത് ഏത് ഒട്ടകമാണ് പാടിയത്? എന്തേ ഞാൻ ഉദ്ദേശിച്ചത് തമിഴിലെ ഒട്ടകത്തെയാണ്. തമിഴിലെ ഒട്ടകത്തെ. എന്താ ഈ പറഞ്ഞത്? തമിഴിലും മലയാളത്തിലൊക്കെ ഒട്ടകം തന്നെയല്ലേ? എന്റെ പേരെന്താ? എന്റെ പേര് ചിരിക്കുട്ടൻ. തമിഴില ചിരിക്കുട്ടൻ, മലയാളത്തിലാ ചിരിക്കുട്ടൻ. അതേമാതിരി തന്നെ ഒട്ടകത്തിനും അതിനും വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമൊന്നുമില്ലല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ മത്സരത്തിലെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ ₹2.50 സമ്മാനമായിട്ട് ലഭിക്കും. ഓക്കെ, ചോദ്യം ഇതാണ്. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. അതെ, അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെയാണ് നമ്മുടെ ആശ തീർക്കാൻ പറ്റുക? ഓപ്ഷൻസ്: A, പാലത്തെ കൂടെ പോയി ആശ തീർക്കാം. B, നീന്തിപ്പോയി ആശ തീർക്കാം. C, ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ഈ ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ആലോചിച്ചാണ് ഉത്തരം പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നത് C, ഹൗസ് ബോട്ടിൽ ആശ തീർക്കാം. ഹൗസ് ബോട്ടിൽ എല്ലാ സെറ്റപ്പും ഉണ്ട്. എപ്പോ ആശ തീർന്നെന്ന് ചോദിച്ചാൽ മതി. അല്ല, ഇപ്പൊ ഇവിടെ ഹൗസ് ബോട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇക്കൊക്കെ എങ്ങനെ ആശ തീർക്കാൻ പറ്റുക? ഹൗസ് ബോട്ടിൽ എവിടെ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ ഹൗസിൽ ബോട്ടിലുണ്ടല്ലോ. ഓ അയ്യോ, അങ്ങനെ തീർക്കാം. ഓക്കെ, ഇനി 5 രൂപയുടെ ചോദ്യമാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? A, വള്ളത്തോൾ. B, കുഞ്ചൻ നമ്പ്യാർ. C, കുമാരനാശാൻ.
ആ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അതെ. അതിപ്പോ ഈ മൂന്നും ആൾക്കാരും അല്ല എന്നപ്പോ എനിക്ക് തോന്നുന്നു കേട്ടാ. എന്താ അത്? തുഞ്ചത്ത് എഴുത്തച്ഛനും അല്ല, കുഞ്ചൻ നമ്പ്യാരും അല്ല, വള്ളത്തോളും അല്ല. പിന്നെ ആരത്? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ റിമി ടോമി എന്ന് പറയും. അവളുടെ അത്ര തുള്ളാൻ അറിയണ ഏതെങ്കിലും ഒരാൾ ഈ ദുനിയാവിലുണ്ടോ മാനെ? ക്രിമി ടോമിയോ? റിമി ടോമി അല്ല, റിമി ടോമി. എന്ത് ചെയ്യാ അന്റെ ചിരി കണ്ട അപ്പക്ക് നാട് ഓർമ്മ വരുമോ? അത്രക്ക് ഗൃഹാതുരത്തെ ഉണർത്തുന്ന ശരിയാണല്ലേ? ഗൃഹാതുരത്വത്തിന്റെ അല്ല, ഇക്ക് നാട്ടില് കോഴിയുടെ കച്ചവടം ഉണ്ടായിരുന്നേ. അപ്പൊ ഈ കോഴിയോള് മുട്ടടാൻ കാരണം മാതിരി എന്റെ ചിരി. തിരിഞ്ഞേ നോക്കട്ടെ, തിരിഞ്ഞേ. എന്തിനാ? അല്ല മുട്ടിട്ടുണ്ടോ നോക്കാനാ. എന്ത് ചെയ്യാറോ? അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കണ്ട, ഫൈനൽ സോങ്ങിലേക്ക് കിടക്കാം. സാധാരണ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കാൻ സമയമായി, അവസാന ഗാനത്തിലേക്ക് കിടക്കാം. ആയിക്കോട്ടെ അല്ലേ? അവസാനം പാടുന്ന പാട്ട് ഏതാണ്? ഏത് പാട്ടാ വേണ്ട? ഏത് വേണിച്ചിലും പാടാം, ഇഷ്ടമുള്ള പാടി. ഞാൻ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട് എന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട്, മനഃപൂർവ്വം ഞാൻ പഠിച്ചാണ്. അതെന്താ അത്? മോഹൻലാലിന്റെ പടത്തിലത്തെ നല്ലോണം ശ്വാസം കിട്ടുന്നവർക്ക് മാത്രം പാടാൻ പറ്റുന്ന ഒരു പാട്ടുണ്ട്. ആണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഹരിമുരളീരം. അയ്യോ, അത് ഒത്തിരി കാലം സാധകം ചെയ്താലേ പാടാൻ പറ്റും. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാ പാടാം, തുടങ്ങാം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാം. അതൊന്നും നോക്കണ്ട, അതൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു വരിയുണ്ട്, അതാണ് അതിന്റെ മധുമൊയിരാതെ അന്നേ തേടി. ആ പാട്, പോരട്ടെ. അയ്യോ പാടേ. ഹലോ, പോരട്ടെ. എടുത്താ പോകുന്ന വല്ലതൊക്കെ പാടിയാ പോരെ അല്ലേ? ഇനിയിപ്പോൾ അടുത്ത പാർട്ടിസിപ്പന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റാരുമല്ല, നമ്മുടെ ലണ്ടനിൽ തന്നെ താമസമാക്കിയിട്ടുള്ള മിസ്റ്റർ ഫിലിപ്പോസ്. വെൽക്കം മിസ്റ്റർ ഫിലിപ്പോസ്. അയ്യോ, വന്ന വരുവുണ്ടോ? നമസ്കാരം. ഫിലിപ്പോസ് എന്നാണല്ലോ പേര്. അതെ അതെ. ലണ്ടനിൽ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ നേഴ്സാണ്. എന്ത് നേഴ്സ്? മെയിൽ നേഴ്സ്. അപ്പൊ വൈഫോ? വൈഫ് ഫീമെയിൽ നേഴ്സ്. അയ്യോ, മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ. പേ പിടിച്ചിട്ടുണ്ടാ? എന്താ അത്? അല്ല, ചിരിയാണ്ട്. അയ്യോ, അത് എൻ്റെ ഒരു മാസ്റ്റർ പീസാ. ശരി. എപ്പിസോഡിന്റെ സമയം തേക്കണ്ട, അതിനു വേണ്ടി ചിരിക്കുക. അപ്പൊ താങ്കളുടെ ബയോഡാറ്റ ഞാൻ വായിച്ചു. ഒത്തിരി കലാരൂപങ്ങൾ അറിയാവുന്ന ആളാണെന്ന് ഞാൻ വായിച്ചു. അതെന്താ നാട്ടിൽ എന്തൊക്കെയാ സംഭവം? ഞാൻ എന്നെ പൊക്കി പറയില്ല, ഞാൻ കലാതിലകനാ. അയ്യോ, അത് പെണ്ണുങ്ങൾക്കാ പറയുന്നത് കലാതിലകം എന്നുള്ളത്. അത് പെണ്ണുങ്ങള്. കലാതിലകൻ എന്ന് പറഞ്ഞ പെണ്ണുങ്ങള്, കലാതിലകൻ എന്ന് പറഞ്ഞ ആണുങ്ങള്. അയ്യോ, ആണുങ്ങൾക്ക് പറയുന്ന കലാപ്രതിഭ. അത് പ്രതിമ ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, കലാപ്രതിമ. അല്ല, അപ്പൊ ഒത്തിരി കഴിവുള്ള, അതായത് കുച്ചിപ്പുടി, ഭരതനാട്യം, അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിയത്? ഒരുപാട് എനിക്ക് പോയിന്റ്സ് കിട്ടിയത് ഫ്ലൂട്ട് വായിക്കണേലായിരുന്നു. വിശ്വാസം വരില്ല അല്ലേ? ഇല്ല. പലവർക്കും സംശയം ഉണ്ടാവും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ കൈ പിടിച്ചതാ. കണ്ട, എല്ലാവർക്കും സംശയം ഉണ്ടാവും. അല്ല, ഇത് വെച്ചൊരു അഭ്യാസം ഇവിടെ കാണിക്കാവോ? ഞാനിത് സാറിന്റെ മുമ്പിൽ ലൈവായിട്ട് വായിച്ച് കാണിച്ചു തരാം. ഏതാണ്? ക്ലാസിക്കലാണോ വായിക്കാൻ പോകുന്നത്? ക്ലാസിക്കൽ ഇപ്പൊ ഏത് പട്ടിക്ക് വേണം? ദാസേട്ടന്റെ പഴയ പാട്ടുണ്ട്. ദാസേട്ടൻ്റെ. ഓക്കെ ഓക്കെ. തെരെ മേരെ കാമ്പി പനാ കൂന ആനക്കെന്തൊരു ചേന കലാകുലാകൂ സന പുനാന. കറക്റ്റ് ബസ് സ്റ്റാൻഡ് അല്ലേ? ശവ്യം ഉണ്ടായിരിക്കും. ഓക്കെ, കേൾക്കാം. ഈശ്വര രക്ഷിക്കണേ. വളരെ ഗംഭീരമായിട്ടുണ്ട്. വളർന്ന കലാകാരനല്ലേ. ഇതിന് പോയിന്റ്സ് കൊടുക്കാൻ പറ്റില്ല. വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കും. 2 രൂപ 50 പൈസ? അതെ. ഇതിനേക്കാളും നല്ല മറ്റേ പണിയാണ്. ഏത്? ഒറ്റമൂലി. അതും കൺഫ്യൂഷൻ ആക്കി. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കൂ. എല്ലാവർക്കും പറഞ്ഞ മനസ്സിലാവണ. കരയ്ക്കൂ വെള്ളം, അവിടെ നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം. ചോദ്യം ഇതാണ്. ആരാണ് ഗായകൻ? അതല്ല, ചോദ്യം ഇതാണ്. ആരാണ് സിംഗർ? അയ്യോ, അതല്ല, ചോദ്യം ഇതാണ്. ഈ പാട്ട് പാടിയത് ആരാണ്? അല്ല, ചോദ്യം ഇതാണ്. അല്ലിയാമ്പൽ കടവിൽ എത്രത്തോളമായിരുന്നു വെള്ളം? അത് അതിന്റെ ലെവലാണ് പറയേണ്ടത്. മുട്ടിന് മുകളിൽ, അരയ്ക്ക് മുകളിൽ, തലയ്ക്ക് മുകളിൽ. ഈശ്വര വരണ്ടായിരുന്നു. വെള്ളത്തിന്റെ ലെവൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ 3 ഉത്തരം കറക്റ്റാ. എന്താ? അതായത് ഈ പറഞ്ഞ വെള്ളത്തിൽ അമിതാഭ് ബച്ചൻ ഇറങ്ങി നിന്ന അയാളുടെ മുട്ട് വരെ ഉണ്ടാവും, ഞാൻ ഇറങ്ങി നിന്ന് എന്റെ അര വരെ ഉണ്ടാവും. ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഉണ്ടപ്പക്രനെ എടുത്തിട്ട് അത് മൂടിപ്പോവും.
കറക്റ്റായിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. Correct അല്ലേ? പേപ്പട്ടി കടിച്ചു അപ്പോൾ വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്ന ഒരു 2 രൂപ 50 പൈസ സമ്മാനമായിട്ട് ലഭിക്കുന്നു. Okay. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ശരിക്കും അവസാനിപ്പിക്കാനുള്ള സമയമായി. അപ്പോൾ ഇനി താങ്കൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു നല്ലൊരു സോങ്, അതായത് ഒരു മെയിൽ സോങ്, നല്ലൊരു സോങ്. ഞാൻ നല്ല കലാകാരനാണല്ലോ സാറേ. ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഏതായാലും ഫിലിപ്പോസ് അല്ല, ഒരു ഫീമെയിൽ വോയിസ് ആയിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. സാർ അനാവശ്യം പറയരുത്. അസലായിട്ട് ആണുങ്ങളുടെ ശബ്ദത്തിൽ ഞാൻ പാടും. ആണോ? ആ. എന്നാ പിന്നെ എൻ്റെ ശബ്ദത്തിൽ പാടിക്കൂടെ? ഞാൻ ആണുങ്ങളുടെ ശബ്ദത്തിൽ പാടുന്ന പറഞ്ഞത്. ആണുങ്ങളുടെ. അപ്പോൾ പിന്നെ താങ്കൾ ഉദ്ദേശിച്ചത്? ഞാൻ ഏതായാലും ഇപ്പൊ ഒരു പാടില്ല. അപ്പൊ ഏതായാലും ഞാൻ ദാസേട്ടനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ദാസേട്ടൻ്റെ കൂടെ എൻ്റെ സൗണ്ടും കൂടി ചേർത്ത് പാടിക്കും. ശരി, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ദാസേട്ടൻ്റെ പാട്ടിൽ ഈ ചേട്ടനും കൂടി ഞാൻ അനുകരിക്കാൻ പോവാണ്. ഒരുമിച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നല്ല അല്ലേ? ഭംഗിയായിരിക്കും. അലുവൻ ചാളക്കറിയും പോലെ ഇരിക്കും. അപ്പോൾ ദാസേട്ടൻ്റെ സൗണ്ട് ആദ്യം, അതിനുശേഷം എൻ്റെ ശബ്ദം അനുകരിക്കും. ഓക്കെ, തുടങ്ങാം. പാടിയ ഇദ്ദേഹം അപ്പിടുന്നപ്പോ മനസ്സിലായില്ലേ?